നിനക്കിത് എന്തിന്റെ കേടാണ് എന്ന് ക്ലാരയോട് 13-ാം നൂറ്റാണ്ടിൽ പലരും ചോദിച്ചിട്ടുണ്ടാവും. ഒരു കുടുംബത്തിലെ സ്ഥാനമാനങ്ങളും പണവും പ്രതാപവും ഒക്കെ വിട്ടെറിഞ്ഞ ക്ലാരയോട് വീട്ടുകാരും നാട്ടുകാരും ചോദിച്ചിട്ടുണ്ടാവും, നിനക്കിത് എന്തിന്റെ കേടാണ്? 18 വയസ്സുള്ള സുന്ദരിയായിട്ടുള്ള ഈ പെൺകുട്ടി അവളുടെ സ്വർണ്ണ നിറമുള്ള മുടി വെട്ടി കളഞ്ഞിട്ട് ഇന്നു മുതൽ എന്റെ എല്ലാം ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ യുവാക്കള് ചോദിച്ചിട്ടുണ്ടാവും, ഇവൾക്ക് എന്താ പ്രാന്താണ്? അതെ, ക്രിസ്തു തലക്ക് പിടിച്ചാൽ പിന്നെ ഇങ്ങനെയാണ്. അവർ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ ചങ്കൂറ്റം കാണിച്ച അസീസിയിലെ പെണ്ണിന്റെ പേരാണ് ക്ലാര എന്ന്. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിന്റെ ഹൃദയം. അവള് ഹൃദയം കൊടുത്തത് യേശുവിനാണ്. പിടിച്ചിറക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവളുടെ കോൺവെന്റിലോട്ട് അവരുടെ വീട്ടുകാരെത്തിയപ്പോഴത്തേക്കും അവള് നിൽക്കുന്ന രംഗം വളരെ മനോഹരമാണ്. കുഞ്ഞ് അമ്മയെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് പോലെ അവള് ബലിപീഠത്തെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ഈ രംഗം എന്നെ കൊണ്ടുപോയത് വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം വാക്യത്തിലോട്ടാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശത്തിനോ പട്ടിണിക്കോ വാളിനോ ദുരിതത്തിനോ ഒന്നിനും സാധിക്കുകയില്ല. എരിഞ്ഞെരിഞ്ഞ് തീരാനുള്ളതല്ല ഈ ജീവിതം. കത്തിജ്വലിക്കണം ഒരു നിമിഷത്തേക്കെങ്കിലും, അതിന്റെ പ്രകാശം മതി. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഒരു ചോദ്യമുണ്ട്. ഉടുപ്പ് കത്താതെ മാരടത്തിൽ തീ കൊണ്ട്